ഇപ്പൊ ലൈഫ് പദ്ധതി കൊണ്ട് നാട്ടിൽ ഗുണം കിട്ടുന്നത് ആർക്കാ? എന്തിനാണ് അതിന്റെ മേക്കിട്ട് കയറാൻ വരുന്നത്? എന്ത് കാര്യത്തിനാണ് ചോദ്യം ചെയ്യുന്നത്? K4 പറ്റി അറിയണോ? എന്താണ് അവർക്കുള്ള സംശയം? കിഫ്ബിയുടെ ധനമാണ് അതിന് ഉപയോഗിക്കുന്നത്. എവിടെയാണ് അവർക്ക് സംശയം? നിങ്ങൾ എന്തിന് K4 പോകണം? അതിന് വേറെ ആളില്ലേ ഇവിടെ? ആ താല്പര്യം കൊണ്ട് അവിടെ ഇരുന്നാ മതി, ഇങ്ങോട്ട് വരണ്ട. അത് മനസ്സിലായിക്കൊള്ളണം. നിങ്ങൾ എന്തിന് അത്തരമൊരു കാര്യം നടത്തുന്നു? ആ കാര്യം നടത്താൻ ഒരുപാട് സ്വകാര്യ ഏജൻസികളും കുത്തകളും നമ്മുടെ രാജ്യത്തുണ്ടല്ലോ. അത് മനസ്സിൽ വെച്ചാൽ മതി. അക്കാലത്തെടുത്തുകൊണ്ട് ഇങ്ങോട്ട് വരണ്ട. നമ്മളുടെ ജീവിതത്തില് ശരിയും തെറ്റും, ഉയർച്ചയും താഴ്ചയും, ലാഭവും നഷ്ടവും, ചിരിയും കരച്ചിലും, വരവും പോക്കും, ഇതെല്ലാം ഉണ്ട്. മെനി നെഗറ്റീവ്സ് ആൻഡ് മെനി പോസിറ്റീവ്സ് ആർ ദർ. പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ദ ലൈഫ്. അപ്സ് ആൻഡ് ഡൗൺസ്, ഹാപ്പിനെസ് ആൻഡ് സോറോ, ഇതെല്ലാം ജീവിതത്തിൻ്റെ പാർട്ട് ആൻഡ് പാർസലാണ്. ബട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ഈ നാട് എന്നും പറഞ്ഞിരുന്നത് മന ഏവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയോഹോ. ഓൾ ടൈപ്പ് ഓഫ് അട്രാക്ഷൻസ് ആൻഡ് അവേർഷൻ സ്റ്റാർട്ട്സ് ഫ്രം ദ മൈൻഡ്. എല്ലാ തരത്തിലുള്ള ആകർഷണങ്ങളും വികർഷണങ്ങളും ആരംഭിക്കുന്നത് മനസ്സിൽ നിന്നാണ്. ആ മനസ്സിൽ നിന്ന്, മനഃ എന്ന വാക്കിൽ നിന്നാണ് മനസ്സ്, മൻ, മാനേജർ, മാനേജിങ്, മാനേജ്മെന്റ് സയൻസ്, മാനേജ്മെന്റ് സൈക്കോളജി, ഇതെല്ലാം ഉണ്ടാകുന്നത് മൻ എന്ന വാക്കിൽ നിന്നാണ്, മനഃ എന്ന വാക്കിൽ നിന്നാണ്. കഴിഞ്ഞ ദിവസം 2-3 പേര് വിളിച്ച് എന്നോട് പറയുകയുണ്ടായി, സാറേ, മിനിഞ്ഞാന്ന് നമ്മളുടെ മുഖ്യമന്ത്രി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടത് ഇന്നലെ വൈകുന്നേരത്തെ അന്തിച്ചർച്ചകളിലെല്ലാം വളരെ ശക്തമായിട്ടുള്ളൊരു വിഷയമായിരുന്നു. ദ ആങ്കർ, ദ നെഗറ്റീവ്സ്, ദ ഫേഷ്യൽ എക്സ്പ്രഷൻ, ദ ബോഡി ലാംഗ്വേജ് ഓഫ് കേരള ചീഫ് മിനിസ്റ്റർ. അത് ശരിക്ക് മീഡിയ ഫുള്ളി റിഫ്ലക്റ്റഡ്. മെനി പീപ്പിൾ ആർ ഇൻട്രസ്റ്റഡ് ജനറലി ഇൻ ഫൈൻഡിങ് ഔട്ട് ദ നെഗറ്റീവ്സ്. നമ്മൾ എന്നും അങ്ങനെയല്ലേ, നെഗറ്റീവുകൾ കണ്ടെത്താൻ നോർമലായിട്ട് സംസാരിച്ചാൽ ഓക്കെ, ബട്ട് അബ്നോർമലായിട്ട് സംസാരിച്ചാൽ ദാറ്റ് വേർഡ്, ദാറ്റ് സെന്റൻസ് വിൽ ബി ടേക്കൺ, ദാറ്റ് വിൽ ബിക്കം ദ ടൈറ്റിൽ ഓഫ് ദ മീഡിയ. പലപ്പോഴും മീഡിയകളിലെ ടൈറ്റിലാവുന്നത് ഇതുമാതിരിയുള്ളതെല്ലാമാണ്. അതുകൊണ്ട് ഒരു ഭരണാധികാരി കൂളായിട്ടിരിക്കണം, സ്റ്റെബിലൈസ്ഡ് ആയിട്ടിരിക്കണം എന്ന് പറയുന്നു. It is the expectation and it is the guidance given by all the advisors. Be cool. Higher your position, lower is your freedom. Lower your position, higher is your freedom. നിങ്ങളുടെ സ്ഥാനം താഴുന്തോറും നിങ്ങൾക്ക് ബിഹേവ് ചെയ്യാനും മിസ്ബിഹേവ് ചെയ്യാനും സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങളുടെ സ്ഥാനം ഉയരുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് മിസ്ബിഹേവ് ചെയ്യാൻ സ്വാതന്ത്ര്യം ഇല്ല. അതുകൊണ്ട് ഈ കടക്ക പുറത്ത്, മാറി നിൽക്കുക എന്നുള്ള വാക്കുകൾ ഇന്നും നമ്മൾ ചിന്തിക്കുന്നു. വി റിമെമ്പർ ദ നെഗറ്റീവ്സ് അറ്റേർഡ് ഇയേഴ്സ് എഗോ. നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞത് ഇന്നും നമ്മൾ എല്ലാവരും ഓർമ്മിക്കുന്നുണ്ട്. ഒരു വരി ഓർക്കാം, അത് ഭഗവത്ഗീതയിലെ തന്നെയാണ്, നിരന്തരം പറയാറുള്ളതാണ്. നമ്മുടെ മുഖ്യമന്ത്രിക്ക് പറ്റിയ അബദ്ധം ഇന്നലെ മിനിഞ്ഞാന്ന് അദ്ദേഹത്തിൻ്റെ വീറും വാശിയും ഇന്നത്തെ പത്രത്തിലുണ്ട്. അദ്ദേഹം ശരിക്കും ഒരു തൊഴിലാളിയെ പോലെ, ഒരു പാർട്ടി നേതാവിനെ പോലെ പെരുമാറിയിരിക്കുന്നു. എന്താ കാരണം അറിയോ? സംഘാത സഞ്ജായത്തെ കാമ. ഇത്രയും പേരുടെ, സോ മെനി മിനിസ്റ്റേഴ്സ് ആർ ദർ, സോ മെനി അഡ്വൈസേഴ്സ് ആർ ദർ. ഐ ആം ദ ചീഫ് മിനിസ്റ്റർ. എന്നെ എല്ലാവരും ബഹുമാനിക്കുന്നു, സെല്യൂട്ട് അടിക്കുന്നു. So I am one of the greatest, or I am the greatest in Kerala. I am the ruler of Kerala. ആ ഒരു ധാരണ എല്ലാവരും എന്നിൽ ബോണ്ടഡ് ആണ്, ബന്ധനം. എല്ലാവരും ഞാൻ പറയുന്നത് മാതിരി ഇരിക്കും, രാജാവിനെ പോലെ. സംഘാത് സഞ്ജായി,
കാമാത് ക്രോധോ വിജായതേ. He expects that everybody should bow in front of me. എല്ലാവരും എൻ്റെ മുമ്പിൽ തലകുനിക്കണം, ഞാൻ പറയുന്നത് അനുസരിക്കണം, ഞാൻ ചെയ്യുന്നത് ശരി എന്ന് പറയണം. ഞാനാണ് പരമഭരണാധികാരി, ഞാൻ ഓക്കനല്ല എന്ന് നിങ്ങൾ അംഗീകരിക്കണം. I am a highly intelligent personality, a wise man, and I am ruling the state with the advice of so many advisors. ഇതൊക്കെ നിങ്ങൾ അംഗീകരിക്കണം. ഞാനൊരു പ്രഗത്ഭനാണ്, ഗ്രേറ്റ് ആണ്, വണ്ടർഫുൾ പേഴ്സണാലിറ്റി ആണെന്നുള്ളതൊക്കെ നിങ്ങൾ അംഗീകരിക്കണം. കാമാത് ക്രോധോ വിജായ. അത് സംഭവിക്കാതെ വരുമ്പോൾ ജനങ്ങൾ വളരെ ഓൺലൈൻ ചാനലുകാരും മറ്റു മാധ്യമങ്ങളും എടുത്തിട്ട് അലക്കുന്നുണ്ട്. ഇപ്പോൾ ശരിക്കും പവർഫുള്ളി ഡീൽ ചെയ്യുന്നുണ്ട്. പച്ച തേറി ലാംഗ്വേജ് ഉൾപ്പെടെ ഉപയോഗിക്കുന്നു, പ്രയോഗിക്കുന്നു. ആൻഡ് ദ വ്യൂവേഴ്സ് ആർ എൻജോയിങ് ദാറ്റ്, അപ്രീഷിയേറ്റിംഗ് ദാറ്റ്, സബ്സ്ക്രൈബിംഗ് ദ ചാനൽ. The negatives projected are exactly the negatives created. ഈ പ്രൊജക്റ്റ് ചെയ്യുന്ന നെഗറ്റീവുകളെല്ലാം ഉണ്ടാക്കിയ നെഗറ്റീവുകൾ തന്നെയാണ്. അത് ജനങ്ങൾക്കറിയാം. The media is becoming impartial, pointing out the mistakes powerfully. വളരെ ശക്തമായിട്ട് തന്നെ ഈ മീഡിയ എല്ലാ കാര്യങ്ങളും പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോ ആദ്യം സംഘാത് സഞ്ജായതേ കാമ. ഞാൻ മുഖ്യമന്ത്രിയാണ്, എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അതുകൊണ്ട് ഞാനതൊക്കെ ചെയ്തിരിക്കും. അതിന് നിങ്ങളൊക്കെ എൻ്റെ കൂടെ നിൽക്കാൻ ബാധ്യസ്ഥരാണ്. മന്ത്രിമാരായാലും സെക്രട്ടറിമാരായാലും IAS ആരായാലും IPS ആരായാലും. ഐ എക്സ്പെക്ട് യു വിൽ സ്ട്രിക്ട്ലി ഫോളോ മീ. ഐ എക്സ്പെക്ട്. കാമം. കാമാത് ക്രോധോ വിജായതേ. വെൻ ദീസ് ഡിസയേഴ്സ് ഗെറ്റിംഗ് വയലേറ്റഡ്, ഇതെല്ലാം അങ്ങോട്ട് തകരുമ്പോൾ എന്നെ പുകഴ്ത്തേണ്ടവരും എന്നെ ഉയർത്തേണ്ടവരും ഞാൻ പറയുന്നതും ചെയ്യുന്നതും ഒക്കെ പെർഫെക്റ്റ് ആണെന്ന് കമന്റ് ചെയ്യേണ്ടവരും എന്നെ വിമർശിക്കുന്നു, എതിർക്കുന്നു, പുച്ഛിക്കുന്നു, അവഹേളിക്കുന്നു, അപകീർത്തിപ്പെടുത്തുന്നു, തമസ്കരിക്കുന്നു. കാമാത് ക്രോധോ വിജയ്. ആ ക്രോധമാണ് മിനിഞ്ഞാന്നും ഇന്നലെയും കണ്ടത്. എന്ത് പെർഫെക്റ്റ് ആയിട്ടാ കൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നത്? ദേഷ്യം ഉണ്ടാവാൻ കാരണം താൻ എന്തൊക്കെയോ ആണെന്നുള്ള ധാരണയാണ്. ഐ ആം ദ കിങ് ഓഫ് ദ സ്റ്റേറ്റ്. ഇറ്റ്സ് എ ഡെമോക്രസി, നോട്ട് ദ എംപയർഷിപ്പ് ഓർ കിങ്ലി റൂളിംഗ്. അതൊക്കെ മറന്നുപോയിട്ടാണ് വളരെ കാര്യമായിട്ടിട്ടത്. ക്രോധാത് ഭവതി സമ്മോഹ. ഈ ദേഷ്യം അങ്ങോട്ട് തലയ്ക്ക് കയറുമ്പോഴാണ് വീഡിയോ മുമ്പിലുണ്ട്, ഓഡിയോ മുമ്പിലുണ്ട്, പത്രക്കാർ മുമ്പിലുണ്ട്, ക്യാമറ മുമ്പിലുണ്ടത് എന്നുള്ളതൊന്നും ഓർമ്മ വരണില്ല. എവറിത്തിങ് ഗോസ് അണ്ടർ ദി മെമ്മറി, നോട്ട് എബവ് ദി മെമ്മറി. ഗെറ്റിംഗ് കവേർഡ്. കാമാത് ക്രോധോ വിജായതേ. ആഗ്രഹം നിറവേറ്റാതെ വരുമ്പോൾ ദേഷ്യം വരും. ക്രോധാത് ഭവതി സമ്മോഹ. കൺഫ്യൂഷൻ ഉണ്ടാവും. Where I am standing in front of camera. I am standing in front of the press people. ഞാൻ ഈ മാധ്യമക്കാരുടെ മുമ്പിൽ, ക്യാമറയുടെ മുമ്പിലാണ് നിൽക്കുന്നതെന്ന ബോധം പോലും ഇല്ലാതെ പറയാൻ കാരണം കൺഫ്യൂഷൻ ഉണ്ടായി. ക്രോധാത് ഭവതി സമ്മോഹ. സമ്മോഹ സ്മൃതി വിഭ്രമ. സ്മൃതി വിഭ്രമ. എല്ലാം ശരിക്കും ഞാനൊരു മുഖ്യമന്ത്രിയാണ്, കേരളത്തിൻ്റെ ഭരണാധികാരിയാണ്, എനിക്ക് നിയമത്തിൻ്റെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് പ്രയോഗിക്കാൻ സാധിക്കണം. എനിക്ക് അട്ടഹസിക്കാനും കിടന്ന് തുള്ളാനും ചാടാനുള്ള പെർമിഷൻ ഇല്ല. നിയമവ്യവസ്ഥ എന്ന് പറയുന്നത് എ സ്റ്റേറ്റ് ഈസ് വിത്തിൻ ദ കൺട്രി. എ സ്റ്റേറ്റ് ഈസ് വിത്തിൻ ദ കൺട്രി. ചീഫ് മിനിസ്റ്റർ ഈസ് ആൾവേസ് വിത്തിൻ ദ ഗൈഡൻസ് ആൻഡ് വിത്തിൻ ദ കൺട്രോൾ ഓഫ് ദ സെൻട്രൽ മിനിസ്റ്റേഴ്സ്. ഫെഡറൽ സിസ്റ്റമാണ്, ഡെമോക്രാറ്റിക് സിസ്റ്റമാണ്, സെക്കുലർ സിസ്റ്റമാണ്. ദീസ് ആർ ഓൾ റൈറ്റ്. ബട്ട് ഓഡിറ്റിംഗ് ആൻഡ് എക്സ്പ്ലനേഷൻ ആൻഡ് എവറിത്തിങ് ഈസ് ദർ. These ministers are there for five years. Luckily, if it is there, next time they will come. Otherwise, 5 years out. 5 വർഷം एक दिन की राजा बनने के लिए बहुत मुश्किल है. ഒരു ദിവസത്തെ രാജാവൊക്കെ ആയി കഴിഞ്ഞാൽ തുള്ളിച്ചാടി കഴിഞ്ഞാൽ അടുത്ത ദിവസം ഇറങ്ങണ്ടേ.
സോ ക്രോധാത് ഭവതി സമ്മോഹ, സമ്മോഹ സ്മൃതി വിഭ്രമ, സ്മൃതി ഭ്രംശാത് ബുദ്ധിനാശ, സ്മൃതി ഭ്രംശാത് ബുദ്ധിനാശ. എ വൈസ് മാൻ വിൽ ബിക്കം എൻ ഇഡിയറ്റ്. ഒരു ബുദ്ധിമാനായിട്ട് പെരുമാറേണ്ടവൻ തനി ശുദ്ധ ബുദ്ധു ഇഡിയറ്റിനെ പോലെ പെരുമാറുന്നതിന് കാരണം അതാണ് അന്തിച്ചർച്ചകൾക്കും പത്രമാധ്യമങ്ങൾക്ക് ബാലെ കളിക്കാനും ഡാൻസ് കളിക്കാനും കാരണമായത് ഇദ്ദേഹത്തിന്റെ ദേഷ്യമാണ്. ബുദ്ധിനാശം. ബുദ്ധിനാശാത് പ്രണശ്യതി. ദാറ്റ് വിൽ ലീഡ് ടു ടോട്ടൽ ഡിസ്ട്രക്ഷൻ. അദ്ദേഹത്തിന്റെ പേരും എല്ലാം ഇന്നത്തെ പത്രങ്ങളിൽ നിറഞ്ഞിരിക്കുന്നത് അദ്ദേഹം തനി ഒരു ട്രേഡ് യൂണിയന്റെ നേതാവിന്റെ ലെവലിലേക്ക് താഴ്ന്നു. ഒരുപക്ഷെ നമ്മളാണെങ്കിലും താഴും. Even if we are sitting on that chair, sometimes it may happen for us also. But there is no permission for us to behave like that. As long as we are in that chair. ആ കസേരയിൽ ഇരിക്കുന്നിടത്തോളം ഇങ്ങനെ ഒന്നും പെരുമാറാൻ സ്വാതന്ത്ര്യം ഇല്ല. അല്ലെങ്കിൽ ഇറങ്ങിപ്പോകണം. കസേരയിൽ ഇരിക്കാൻ പറ്റില്ലെങ്കിൽ ഇറങ്ങിപ്പോകണം. ഇത് പത്രമാധ്യമങ്ങൾക്ക് ശരിക്ക് ഒരു ഉത്സവമായി ആഘോഷിക്കാൻ, വിഷയം കൊടുക്കാൻ. But no media is bothered too much about the behavior and promises of Chief Minister. Words of Chief Minister, nobody is believing also. പച്ച നുണകളിലൂടെ, ഫ്രോഡിലൂടെ, ചീറ്റിങ്ങിലൂടെ ഒരു ഭരണകൂടം പോകുന്നു എന്നുള്ള ഒരു തോന്നല് എല്ലാ ദിവസത്തെയും മീഡിയയിലും പത്രത്തിലും ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും what is happening? People are not valuing, not respecting, not loving, not honoring. ബഹുമാനിക്കുന്നില്ല, സ്നേഹിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. വാക്കുകൾക്കൊന്നും ഒരു വിലയില്ല. ശരിക്കും ഏതൊരു റോട്ടിലൂടെ പോകുന്ന വ്യക്തിയെയും ഇവാലുവേറ്റ് ചെയ്യുന്ന മാതിരി ഭരണാധികാരിയെ ഇവാലുവേറ്റ് ചെയ്യുന്നു. അഡ്വൈസേഴ്സ് ആർ കീപ്പിംഗ് ക്വയറ്റ്. അഡ്വൈസർമാർ പണ്ടും മിണ്ടിയിരുന്നില്ല, ഇപ്പോഴും മിണ്ടുന്നില്ല. അതുകൊണ്ട് എന്താ സംഭവിക്കുക? നശിക്കുന്നത് കേരളമല്ല, ഭരണാധികാരിയും കൂട്ടത്തിലുള്ളവരും എല്ലാവരും. Everyone is washing their hands. നമുക്ക് ഉത്തരവാദിത്വമൊന്നുമില്ല. നമ്മൾ അറിയിക്കാനുള്ളത് അറിയിക്കുന്നു. നമ്മുടെ ഉത്തരവാദിത്വം കഴിഞ്ഞു. Our responsibility is over when we are passing the file to the Chief Minister or to the required table. അപ്പോൾ എന്ത് പറ്റും? ഉത്തരവാദിത്വം ആരുടെ തലയിൽ വരും? എല്ലാം ഭരണാധികാരികളുടെ തലയിൽ വരും. ഓർമ്മിക്കുക, ശുഭദിന സന്ദേശം. അതില് നേരത്തെയും പറഞ്ഞിട്ടുണ്ട് ഞാൻ, നമ്മൾ ധാർഷ്ട്യവും വാശിയും പകയും വിദ്വേഷവും കാണിച്ചാൽ ഈ ലോകത്തിലെ ഒരു ഭരണാധികാരിക്കും, ഒരു സ്ഥാപനത്തിലെ ഒരു ചെയർമാനും, ഒരു ഡയറക്ടർക്കും, ഒരു മാനേജർക്കും ആ സ്ഥാപനത്തിലെ 1% കാര്യങ്ങൾ പോലും ചെയ്യാൻ സാധിക്കില്ല. അവരെല്ലാം സബോർഡിനേറ്റ്സിനെയും സൂപ്പർവൈസറെയും കൊളീഗ്സിനെയും ഡിപ്പെൻഡ് ചെയ്യണം. എല്ലാവരും സബോർഡിനേറ്റ്സിനെയും സൂപ്പർവൈസറെയും കൊളീഗ്സിനെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട കാലത്തോളം കാലം യു ഹാവ് ടു അക്കോമഡേറ്റ് വിത്ത് ദം. അഡ്ജസ്റ്റ്മെന്റ് അല്ല, അക്കോമഡേറ്റ് വിത്ത് ദം. അത് ചെയ്യാത്ത ആ മുഖ്യമന്ത്രിക്ക് കിട്ടുന്നത് സാധാരണ രാജാവായിട്ടിരിക്കാനും മുഖ്യമന്ത്രിയായിട്ടിരിക്കാനും IAS എടുത്ത് സെക്രട്ടറി ആയിട്ടിരിക്കാനും പല സംഘടനയിലെയും സ്ഥാപനങ്ങളിലെയും ടോപ്പിലിരിക്കാനും ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ബിക്കോസ് ദ പീപ്പിൾ വിൽ റെസ്പെക്ട് ദം, ലവ് ദം, ഓണർ ദം ആൻഡ് ഈവൻ വർഷിപ്പ് ദം എന്ന് വിചാരിച്ചിട്ടാണല്ലോ കസേരയിൽ ഇരിക്കുന്നത്. ഇതുമാതിരി ഗതികേടിന്റെ ഒരവസ്ഥയിലേക്ക് കളർലെസ്, ഓർഡർലെസ്, ടേസ്റ്റ്ലെസ് ആൻഡ് യൂസ്ലെസ് ചെയർ ഓഫ് ചീഫ് മിനിസ്റ്റർ ആയാൽ എന്താ സംഭവിക്കുക? ഓരോ മിനിറ്റും അവിടെ ഇരിക്കുന്നത് ഒരു ഗതികേടായിത്തീരും. അവരവർക്ക് മാത്രമല്ല, കൂട്ടത്തിലുള്ളവർക്കും. അതുകൊണ്ട് ഐ ഹാവ് ടു പ്രൊട്ടക്ട് മൈസെൽഫ്. ഐ ഷുഡ് നോട്ട് ബിഹേവ് വിത്തൗട്ട് ബോണ്ടേജ്, വിത്ത് മിനിമം എക്സ്പെക്ടേഷൻസ് ആൻഡ് കെയർഫുൾ വേർഡിങ്സ്, ബിൽഡിംഗ് കെയർഫുൾ റിലേഷൻസ്. ഇങ്ങനെ കുറേ അധികം സംഘാത് സഞ്ജായതേ കാമ, കാമാത് ക്രോധോ വിജായതേ, ക്രോധാത് ഭവതി സമ്മോഹ,
സമ്മോഹാ സ്മൃതി വിഭ്രമ സ്മൃതി ഭ്രംശാത് ബുദ്ധിനാശോ ബുദ്ധിനാശാത് പ്രണശ്യതി. When you are becoming an idiot, that starts the end of the story. നിങ്ങളൊരു ഇഡിയറ്റ് ആവുന്നിടത്തോളം പിന്നെ അതിൻ്റെ താഴ്ചയാണ്, വീഴ്ചയാണ്. ബീഹാറിൽ രാഹുൽ ഗാന്ധിക്ക് സംഭവിച്ചതും അത് തന്നെയാണ്. അത് തന്നെയാണ് വളരെ വ്യക്തമായ രീതിയിൽ ലാലു പ്രസാദ് യാദവ് പറഞ്ഞത്. അതുകൊണ്ട് ധാർഷ്ട്യത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും പുച്ഛത്തിൻ്റെയും സ്വരങ്ങൾ ലോകത്തിൽ ആര് എവിടെ എടുത്താലും ഹി വിൽ നോട്ട് ബി സക്സസ്ഫുൾ എന്ന് ഓർമ്മിക്കാൻ തൊഴിലാളി നേതാവായിട്ടുള്ള, ഞാൻ വിചാരിച്ചാൽ ജനങ്ങളെ വരച്ച വരയിൽ നിർത്താൻ സാധിക്കുമെന്ന് വിചാരിച്ച ഇന്ദിരാഗാന്ധിയെ പോലും ജയിലിലടയ്ക്കാനും തോൽപ്പിക്കാനും കപ്പാസിറ്റിയുള്ള രാഷ്ട്രമാണ് ഭാരതം. പിന്നെയാ മാറി മാറി UDF LDF വരുന്ന കേരളത്തിൽ ഒരു മുഖ്യമന്ത്രിയെ താഴെ ഇറക്കാനും അല്ലെങ്കിൽ മൂലക്കിരുത്താനും അധർമ്മത്തിൻ്റെയും അനീതിയുടെയും അന്യായത്തിൻ്റെയും അസഹിഷ്ണുതയുടെയും ധാർഷ്ട്യത്തിൻ്റെയും വാശിയുടെയും പകയുടെയും ഓരോ മനുഷ്യനിലും പക തീർക്കലിൻ്റെയും എല്ലാം പ്രതീകമായിട്ടുള്ള ഒരു ഭരണാധികാരി എത്ര കാലം മുമ്പോട്ട് പോകും? USSRൽ പോയില്ല, നോർത്ത് കൊറിയയിൽ വലിയ അധികകാലം പോവില്ല, ക്യൂബയിൽ പോവില്ല, ഈസ്റ്റ് ജർമ്മനിയിൽ പോയിട്ടില്ല, ചൈനയിൽക്കകത്ത് നടക്കുന്നത് പുറത്തറിയാത്തത് കൊണ്ട് അതങ്ങനെ പോകുന്നെന്ന് മാത്രമേ ഉള്ളൂ. ഓർമ്മിക്കുക, ജനാധിപത്യത്തിലെ ഒരു വ്യക്തിക്ക് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത പല രീതിയിലുള്ള പെരുമാറ്റങ്ങളും മുഖഭാവവും ബോഡി ലാംഗ്വേജും വാക്കുകളും പ്രവൃത്തികളും വീക്ഷണങ്ങളുമാണ് ഭരണാധികാരികളുടെ അടുത്ത് നിന്ന് വരുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ ധർമ്മച്യുതി വരുമ്പോൾ സ്വയം നാശത്തിന് കാരണമാകും. ജസ്റ്റ് ആസ് ആൻ ഇൻഫർമേഷൻ. പ്രണാമം, നമസ്കാരം.